പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എക്സലൻ്റ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ശ്രമദാൻ ആണ്. എന്താണ് ശ്രമദാൻ? ശ്രമദാൻ റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് ഡൂയിങ് മാനുവൽ ലേബർ വോളണ്ടറിയർലി ടു പ്രൊമോട്ട് കളക്റ്റീവ് ഗുഡ് ത്രൂ സം കൈൻഡ് ഓഫ് വർക്ക് സച്ച് as ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ ഓർ പ്ലാന്റേഷൻ എന്ന് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എടുക്കാം. അതായത് സ്വയമേവ ഒരാൾ ചെയ്യുന്ന പ്രതിഫലേച്ഛയില്ലാത്ത പ്രവൃത്തിയാണ് ശ്രമദാനം എന്ന് പറയുന്നത്. ശ്രമത്തെ അഥവാ അധ്വാനത്തെ ദാനം ചെയ്യുക എന്നതാണ് ശ്രമദാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളുടെ സമഗ്ര സാമൂഹിക വികസനത്തിന് ശ്രമദാനം അത്യാവശ്യമാണ്. പണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ റോഡുകൾ, കുളങ്ങൾ, തോടുകൾ എന്നിവ നിർമ്മിക്കുന്നതിനും നവീകരിക്കുന്നതിനും ശ്രമദാനം നടത്തിയിരുന്നു. സ്കൂളുകളിൽ ഒക്ടോബർ ആദ്യവാരം ശ്രമദാനം നടത്തിയിരുന്നത് നമുക്കെല്ലാം അറിയാം. ഇതിലൂടെയെല്ലാം അധ്വാനത്തിൻ്റെ അന്തസ്സ്, സാമൂഹിക ഉത്തരവാദിത്വം, സമൂഹ ബോധം എന്നിവ വളർത്തി എടുക്കുന്നതിനാണ് സഹായിച്ചിട്ടുള്ളത്. ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകേണ്ടത് തൻ്റെ കടമയാണെന്ന ബോധം ഓരോ പൗരനിലും വളർത്തിയെടുക്കുവാൻ ഇതുവഴി നമുക്ക് സാധിക്കുന്നുമുണ്ട്. നാഷണൽ സർവീസ് സ്കീം അഥവാ NSSൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ ശ്രമദാനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ NCCയുടെ നേതൃത്വത്തിലും ഗോരഖ്പൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ശ്രമദാനം നടത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വച്ഛ് ഭാരത് അഭിയാൻ, കേരള സർക്കാർ നടപ്പിലാക്കുന്ന ക്ലീൻ കേരള ക്യാമ്പയിൻ, മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടത്തുന്ന സമാന ശ്രമദാൻ പരിപാടികൾ ഇവയെല്ലാം ശ്രമദാനിന് ഉദാഹരണമാണ്. പലരും ശ്രമദാനത്തെ സാമൂഹ്യ പ്രവർത്തനമെന്ന് തെറ്റിദ്ധരിക്കുന്ന പ്രവണതയുണ്ട്. രണ്ടും വ്യത്യസ്തമാണ്. സമൂഹത്തിൻ്റെ വികസനത്തിനു വേണ്ടി ഓരോ വ്യക്തിയും തന്നാൽ കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ശ്രമദാനിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. എന്നാൽ സാമൂഹ്യ പ്രവർത്തനം ലക്ഷ്യമിടുന്നത് സമത്വം, നീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുകയും അതുവഴി സമൂഹത്തിൻ്റെ സമഗ്ര വികസനവുമാണ്. ഇത് ജനാധിപത്യപരവും മാനുഷികവുമായ തത്വചിന്തയിൽ അധിഷ്ഠിതമായ പ്രവൃത്തിയാണ്. എക്സലൻ്റ് അക്കാദമി ചെയ്യുന്നത് പഠിതാക്കളെ പാഠഭാഗങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിനോടൊപ്പം ചുറ്റുമുള്ള വിഷയങ്ങളോട് കൂടുതൽ പക്വമായ ധാരണയും സംവേദനക്ഷമതയും വളർത്തിയെടുക്കുന്നതിന് ഉപകരിക്കുന്ന രീതിയിലാണ് ഓരോ വീഡിയോയും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ താങ്കളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.